സാറ് പറഞ്ഞതില് ചെറിയൊരു എതിർപ്പുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു സങ്കല്പങ്ങളാണ്. നമ്മളിപ്പോ ദൈവത്തിന്റെ കാര്യം വന്നാലും ഇപ്പൊ മനുഷ്യന്റെ കാര്യങ്ങൾ വന്നാലും എല്ലാത്തിലും സങ്കല്പങ്ങളാണ് വരുന്നത്. അപ്പോ നമ്മള് ബർത്ത്ഡേ ആഘോഷിക്കുന്നു, ഓണം ആഘോഷിക്കുന്നു, ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഇതെല്ലാം ഓരോരുത്തരുടെയും സങ്കല്പങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് പ്രണയിക്കുന്നവർക്കൊന്നും ആഘോഷിച്ചൂടാ? ഒരു ദിവസം പ്രണയത്തിന് വേണ്ടിയിട്ട് അവർക്ക് ആഘോഷിച്ചൂടെ? നമ്മൾ ജനിച്ചത് 365 ദിവസം നമ്മൾ ജനിച്ചിട്ടില്ല, എന്നിട്ടും നമ്മൾ ജനിച്ച ദിവസം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 365 ദിവസം നമ്മൾ പ്രണയിക്കുന്നുണ്ട്. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഈ വാലന്റൈൻസ് ഡേ അന്ന് മാത്രം എന്തിനാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്? നമുക്ക് എന്നും ഒരു ഹഗ് ചെയ്തൂടെ? എന്നും സ്നേഹിച്ച് ജീവിച്ചൂടെ? എനിക്ക് വേറൊരാളോട് സ്നേഹം ഉണ്ട് എന്ന് എനിക്ക് കാണിക്കാൻ എല്ലാ ദിവസവും കാണിക്കാൻ പറ്റും. പക്ഷേ ഒരു ദിവസം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ പ്രകടിപ്പിച്ച് പറയുമ്പോഴാണ് ആ എൻ്റെ പാർട്ട്ണറിന്, അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാവാൻ പോകുന്നൊരു പാർട്ട്ണറെ തോന്നുക ആ ആൾ എന്നെ സ്നേഹിക്കുന്നു. എനിക്ക് അത് ബാക്കിയുള്ളവർ ലൈക്ക് ഇപ്പോൾ ഒരു സൊസൈറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ കല്യാണങ്ങൾ നടത്തുന്നത്. അതെന്താ, ഒരു ദിവസമേ ഉള്ളൂ എന്ന് വെച്ച് അവരെല്ലാ ദിവസങ്ങളും വിവാഹിതർ തന്നെയാണ്. എന്നിരുന്നാലും ഒരു ദിവസം അവര് വിവാഹം കഴിച്ചു എന്ന് കാണിക്കുന്നത് ഒരു ആഘോഷമാകുന്നു. അതുപോലെ തന്നെ ഓരോ വർഷം ഇവര് വെഡിങ് ആനിവേഴ്സറി, ആ ഒരു ദിവസം ഇവരെന്നും കല്യാണം കഴിച്ചവർ തന്നെയാണ്, എന്നാലും അവരുടെ ആ ഒരു സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നത് പോലെ അതെ. അത് മാത്രമല്ല, നമ്മളിപ്പോൾ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നു. നമ്മൾ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്ന ദിവസം നമ്മൾ അതിനുവേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വെച്ച് ബാക്കി 364 ദിവസം നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നില്ല എന്നുള്ളതല്ല. അന്നും നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. എന്നാൽ അതിനെപ്പറ്റിയുള്ള ഇപ്പൊ ഇതുപോലത്തുള്ള ഡിസ്കഷൻ സ്നേഹത്തെ പറ്റിയോ അല്ലെങ്കിൽ പ്രണയത്തെ പറ്റിയോ വന്നതും പലർക്കും അതിനെപ്പറ്റിയുള്ള ശരിയായിട്ടുള്ള കാഴ്ചപ്പാട് ലഭിക്കുന്നതും ഇത്തരം ചർച്ചകൾ ഉടലെടുക്കുന്നതിലൂടെയാണ്. അപ്പൊ അതിന് കാരണമായി തീർന്നത് തന്നെ ഇങ്ങനെ ഒരു വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അല്ല, നമുക്ക് അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കച്ചവടം ആകുക എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് തന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മളിപ്പോ ഏത് ആഘോഷങ്ങൾ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ സാംസ്കാരികമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ലോകത്തിന്റെ ആ ഒരു എവല്യൂഷന്റെ ആ ഒരു ഇതില് എന്താ പറയുന്നത്, അത് സംഭവിച്ചു പോയതായിട്ടുള്ള ഒരു കോൺസിക്വൻസ് ആണത്. എന്ന് വെച്ച് നമ്മൾ ആ ഡേയുടെ വാലിഡിറ്റി അല്ലെങ്കിൽ ആ ഡേയുടെ അത് ആഘോഷിക്കണം. അത് എന്റെ അഭിപ്രായം. ഞാൻ പ്രണയത്തിനെതിരല്ല. പ്രണയം ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനെ നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ പോലും അതും നമ്മൾ ആദരിച്ചിട്ടേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇല്ല. ഉദാഹരണത്തിന് രാധയും കൃഷ്ണനും തമ്മിലുള്ള പ്രണയം നമ്മുടെ ഭാരതത്തിലെ കവികൾ ധാരാളം പാടിപ്പുഴത്തിയിട്ടുള്ളതാണ്. ശിവപാർവതി പ്രണയം, അങ്ങനെ ശകുന്തള ദുഷ്യന്തൻ പ്രണയം, ഇതെല്ലാം കവികൾ പാടി പുകഴ്ത്തിയിട്ടുള്ളതാണ്. അപ്പൊ പ്രണയത്തിനെ അല്ല എതിർക്കുന്നത്. പ്രണയത്തിന്റെ പേരിൽ നടക്കുന്ന സാർ പറഞ്ഞ കൊമേഴ്സ്യലൈസേഷൻ, ആ വാണിജ്യവൽക്കരണത്തിന്റെ അതുപോലെ മറ്റു ചതിക്കുഴികൾ നമ്മുടെ ചെറുപ്പക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും ചതിക്കുഴികളിൽ ചെന്ന് പെടുന്നു. അതിൽ നിന്ന് അവർ ജാഗ്രത പാലിക്കണം എന്ന് പറയാനുള്ള ഒരു അവസരം. ജാഗ്രത പാലിക്കാനായിട്ട് ഒരു ദിവസം പറയണം നമ്മൾ. അത് ഈ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആ പോയിന്റിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ജാഗ്രത വേണം, അത് വളരെ കാര്യം. പക്ഷെ കച്ചവടം എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഈ മാനേജ്മെന്റിൽ തന്നെയുള്ള ഒരു വരി എന്താണെന്നറിയാമോ? എനിക്ക് വിൽക്കാനൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടുത്താൻ ഞങ്ങൾക്കൊരു സർവീസ് ഉണ്ട്, ഒരു സേവനമുണ്ട്. അപ്പോൾ ഈ ആളുകൾക്ക് എന്താണോ അവർക്ക് ആവശ്യം അത് കണക്ട് ചെയ്യാൻ ഒരു ഇന്ന കാര്യങ്ങൾ ഇന്നടത്ത് കിട്ടുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ പകുക്കൽ, അല്ലാതെ ഐ എം നോട്ട് സെല്ലിങ് എനിത്തിങ് എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിലേ നമ്മളത്. ഞാൻ ചോദിക്കുന്നത്, പ്രണയം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ഷനാണ്. അതിനെ എന്തിനു മാർക്കറ്റ് ചെയ്യണം? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.